യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഞാനും നിങ്ങളും കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതിലൂടെ നമ്മൾ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കാരുണ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവവചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഓരോ പ്രഭാതത്തിലുമുണ്ട്. വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഓരോ പ്രഭാതത്തിലും വെയിറ്റ് ചെയ്യുകയാണ്. വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഓരോ പ്രഭാതത്തിലും. അത് തന്നെ ഒരു അനുഗ്രഹമല്ലേ? ഈ സമയത്തിങ്ങനെ കാണുക, കേൾക്കുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. ഞാൻ നല്ല ആത്മീയമായി നിൽക്കുന്ന ഒരു മനുഷ്യനോട് സംസാരിച്ചപ്പോൾ ഈ ശുശ്രൂഷയെപ്പറ്റി പറയാൻ അദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞു. നിസ്വാർത്ഥമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്താൽ നമ്മൾ ദൈവത്തിലേക്ക് അത് അടുക്കാൻ കാരണമാകുന്നു. അത് അദ്ദേഹം പറഞ്ഞത്, സെൽഫ്ലെസ് സർവീസ് ബ്രിങ്സ് ക്ലോസർ ടു ഗോഡ്. സെൽഫ്ലെസ് സർവീസ്. നമ്മൾ വചനം പറയുന്നത് നിങ്ങൾ യൂട്യൂബിലൂടെ കേൾക്കുന്നു, അനേകർക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു കൊടുക്കുന്നു. ഒന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല, ഒരു സെൽഫ്ലെസ് സർവീസാണ്, നിസ്വാർത്ഥമായൊരു സേവനമാണ്. ഒരാൾക്കൊരാശ്വാസമാകുന്നെങ്കിൽ, ഒരാൾക്കൊരു പ്രചോദനമാകുന്നെങ്കിൽ, ഒരാൾക്കൊരു ദൈവാനുഭവം കിട്ടുന്നെങ്കിൽ, ഒരു നിമിഷം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റിയെങ്കിൽ, നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു സെൽഫ്ലെസ് സർവീസാണ്, നിസ്വാർത്ഥ സേവനമാണ്. അത് നമ്മളെ കൂടുതൽ ദൈവത്തിലേക്ക്, ക്ലോസർ ടു ഗോഡ്, ദൈവത്തിലേക്ക് അടുപ്പിക്കും. ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ അത് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് അടുപ്പിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ശനിയാഴ്ച ദിവസമാണ്, ഒത്തിരി അനുഗ്രഹമാകട്ടെ. ഇന്ന് കേൾക്കുന്ന വചനം നിങ്ങളെ തൊടട്ടെ. ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ ഒരു നന്മ, ഒരു അത്ഭുത വിടുതൽ, ഒരു സൗഖ്യം ഇന്ന് അനുഭവിക്കാൻ കഴിയട്ടെ. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിലെത്തിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 107 അധ്യായം 19 വാക്യം. സങ്കീർത്തനം 107 അധ്യായം 19 വാക്യം. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് വിളിച്ച് അപേക്ഷിച്ചു. എപ്പോൾ? അവരുടെ പ്രതിസന്ധിയിൽ, അവരുടെ സങ്കടത്തിൽ. അവർ സങ്കടത്തിൽ പ്രാഗിയെന്നോ ശപിച്ചു എന്നോ, എനിക്ക് ഈ ഗതി വന്നല്ലോ, എനിക്ക് പ്രാർത്ഥിച്ചിട്ടൊന്നും ഉണ്ടായില്ല, നെഗറ്റീവല്ല പറഞ്ഞത്, പ്രാഗുവല്ല ചെയ്തത്, ശപിക്കുവല്ല ചെയ്തേ. അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ച് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന്, അപ്പോൾ അവർ കടന്നുപോയ സിറ്റുവേഷൻ എഴുതിയിട്ടുണ്ട്. ഞെരുക്കം, പ്രതിസന്ധി, ടെൻഷൻ, വെല്ലുവിളി, ഒറ്റപ്പെടൽ, ഇതൊക്കെയാ ഓരോരുത്തരുടെയും ഞെരുക്കുന്ന കുറേ അനുഭവങ്ങളാണ്. അപ്പോൾ അവർ കഷ്ടതയിൽ ദൈവത്തെ വിളിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്തത്, കഷ്ടതയിൽ കുറച്ചുകൂടെ തുടരട്ടെ, കുറച്ചു നാളും കൂടെ അവിടെ നിങ്ങൾ കഴിയണം എന്നല്ല, ഉടനെ എല്ലാ ഞെരുക്കങ്ങളിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു, പുറത്തു കൊണ്ടുവന്നു, ആ അവസ്ഥയിൽ നിന്ന് പുറത്തേക്കെത്തിച്ചു. ഇന്ന് ശനിയാഴ്ച വചനം കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, ഏതേലും ഞെരുക്കത്തിലൂടെയാണോ കടന്നു പോകുന്നത്? ഏതേലും പ്രതിസന്ധി നിങ്ങളെ വല്ലാതെ വലയ്ക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുക. ഈ പ്രവൃത്തി ദൈവം, ഈ വചനത്തിലൂടെ കേട്ട ദൈവപ്രവൃത്തി നിങ്ങളിൽ സംഭവിക്കട്ടെ. ആ അവസ്ഥയിൽ നിന്ന്, ആ ഞെരുക്കത്തിൽ നിന്ന്, ആ കേസിടപാടിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന്, ആ ഒറ്റപ്പെടലിൽ നിന്ന്, ആ ശൂന്യതയിൽ നിന്ന്, ആ സ്നേഹം കിട്ടാത്ത അവസ്ഥയിൽ നിന്ന്, ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന പ്രയാസത്തിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്ന് രക്ഷിക്കും. നിന്നെ രക്ഷിക്കാനുള്ള ഒരു ദൈവ പദ്ധതി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. എപ്പോഴത് വെളിപ്പെടുന്നതെന്നറിയാമോ?
ഞെരുക്കങ്ങളിൽ, പ്രതിസന്ധികളിൽ പ്രാകുമ്പോഴല്ല, പ്രതിസന്ധികളിൽ വെറുതെ കിടന്ന് ശപിക്കുമ്പോഴല്ല, പ്രതിസന്ധിയിൽ ഇങ്ങനെ പരക്കം പായുമ്പോഴല്ല, പ്രതിസന്ധിയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കുത്തരം വെളിപ്പെട്ടത് 19-ാമത്തെ വാക്യത്തിലാണിത് പറയുന്നെങ്കിൽ 20-ാമത്തെ വാക്യത്തിലല്ല ഇത് വെളിപ്പെട്ടത്. 19-ാം വാക്യത്തിൽ തന്നെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. പ്രാർത്ഥിച്ച ഉടനെ തന്നെ അവിടെ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. ആ വാക്യം നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തു വായിച്ചേ. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവരവരനുഭവിക്കുന്ന വേദനകളുണ്ട്. വേറൊരാൾ നോക്കുമ്പോൾ നമുക്ക് സൗഭാഗ്യമാണ്, വേറൊരാൾ നോക്കുമ്പോൾ നമ്മൾ വളരെ ഒരു കുഴപ്പമില്ല. പക്ഷെ അവരവർക്കല്ലേ അറിയത്തുള്ളൂ അവരവരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന വിഷയങ്ങൾ, വിഷമങ്ങൾ, വേദനകൾ അവരവർക്കേ അറിയത്തുള്ളൂ. കാണുമ്പോൾ അദ്ദേഹത്തിന് വലിയ വീടുണ്ട്, കാറുണ്ട്, കയ്യേലും കഴുത്തേലൊക്കെ സ്വർണ്ണമുണ്ട്, നല്ല വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, നമ്മൾ അത്രയും കാണുന്നുള്ളൂ. എന്നാൽ പലരും മനസ്സുകൊണ്ട് ഞെരുക്കത്തിലാകാം, പ്രതിസന്ധിയിലാകാം, കഷ്ടതയിലാകാം. പുറമേ നിന്ന് നമുക്ക് വിധിക്കാനൊക്കത്തില്ല. അവർ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചു, ഉറക്കെ പ്രാർത്ഥിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. നിങ്ങളെ ദൈവം രക്ഷിക്കും. ഇനി എങ്ങനെയാ രക്ഷിച്ചത്? 20-ാമത്തെ വാക്യം, അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. എങ്ങനെയെന്ന് എഴുതിയിട്ടുണ്ട്, രക്ഷിച്ചു എന്നല്ല, എങ്ങനെ? തൻ്റെ വചനത്തെ അയച്ച്, വചനത്തെ കൊടുത്ത്. ഇന്നും അങ്ങനെയാണ്. ദൈവം തൻ്റെ വചനം അയച്ചാൽ നിന്നെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം തൻ്റെ വചനം അയച്ചാൽ നിൻ്റെ ജീവിതത്തിൽ പുതിയ തുടക്കം തരാൻ ആഗ്രഹിക്കുന്നത്. ദൈവം തൻ്റെ വചനം അയച്ചാൽ ആ രോഗത്തിൻ്റെ മേൽ സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നത്. ദൈവം തൻ്റെ വചനം അയച്ചാൽ കുടുംബത്തിനകത്ത് ചില ദൈവ പ്രവർത്തികൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ദൈവം തൻ്റെ വചനം അയച്ചാൽ ആ തടസ്സങ്ങളെ മാറ്റി നിന്നെ മുന്നോട്ട് കുതിക്കത്തക്ക വിധം, മുന്നോട്ട് കുതിച്ച് ഓടത്തക്ക വിധം, ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന വിഷയത്തിൽ നിന്ന് കുതിച്ച് ചാടി മുന്നോട്ട് പോകത്തക്ക വിധം തടസ്സങ്ങളെ മാറ്റി നിന്നെ നയിക്കുന്നത് വചനം അയച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ വചനത്തിന് ഭയങ്കര വിലയുണ്ട്. ഈ വചനം കേട്ടിട്ട് എന്ത് പ്രയോജനമാണ്? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് ഈ വചനം ഒന്ന് അയച്ചു കൊടുത്തേ. ഈ വചനം നിങ്ങൾ കേട്ടേ. അവൻ വചനമയച്ച് അവരെ വിടുവിച്ചു. വചനമയച്ച് ഇന്നും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ അയച്ചു തരുന്നത് വചനമാണ്. നിങ്ങൾ കേൾക്കുന്നത് വചനമാണ്. സങ്കീർത്തനം 107, 19, 20 പ്രതിസന്ധിയിൽ ദൈവത്തെ നിലവിളിച്ചിട്ട് അത് ആവിയായിപ്പോയി എന്നല്ല, അതിന് കൃത്യമായ ഉത്തരം കിട്ടിയെന്ന് മാത്രമല്ല, എങ്ങനെയാ ദൈവം വിടുവിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. വചനം അയച്ച് കർത്താവെ, ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയിലൂടെ ഇന്നും ദൈവം അയച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾ 100 പേർക്ക് അയക്കുന്നു, 1000 പേർക്ക് അയക്കുന്നു, ഗ്രൂപ്പുകളിലേക്ക് അയക്കുന്നു. ചിലർ ശ്രദ്ധിക്കുന്നില്ല, ചിലർ അതിനെ ഡിലീറ്റ് ആക്കുന്നു, ചിലർ സ്കിപ്പ് ചെയ്ത് പോകുന്നു. കേൾക്കുന്ന ചിലരുണ്ട്. നമ്മൾ അയച്ചില്ലെങ്കിൽ ചിലർ നമ്മളോട് ചോദിക്കും, ഇന്നെനിക്ക് ആ വചനം അയച്ച് തന്നില്ലല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ജീവിതങ്ങളെ തൊടുന്നുണ്ട്. ഇത് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്ന് പോലും മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നുണ്ട്. കൈപിടിച്ചു എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. ഇന്നും വചനമയച്ച് രോഗത്തെ, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നുണ്ട്, സൗഖ്യമാക്കുന്നുണ്ട്, രക്ഷിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ശനിയാഴ്ച ദിവസം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറഞ്ഞേ, കർത്താവ് എന്നെയും ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണമേ, എന്നെയും ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ, എൻ്റെ ജീവിതത്തിനകത്ത് സമാധാനത്തെ കൊണ്ടുവരണമേ. പ്രാർത്ഥിക്ക്. ദൈവപ്രവൃത്തി നിങ്ങൾ കാണും. ദൈവത്തിൻ്റെ സഹായം നിങ്ങൾ അനുഭവിക്കും. ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങൾ കാണും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. നിലനിൽക്കുന്ന ഐശ്വര്യമുണ്ടാകട്ടെ. ഈ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ.
ദൈവം ശിക്ഷിക്കുമെന്നല്ല ഞാൻ പ്രസംഗിച്ചത്, ദൈവം അനുഗ്രഹിക്കുമെന്നാണ്. ദൈവം നിന്നെ തകർക്കുമെന്നല്ല ഞാൻ പ്രസംഗിച്ചത്, ദൈവം നിന്നെ രക്ഷിക്കുമെന്നാണ് പ്രസംഗിച്ചത്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. നിൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ ഈ വചനം അയച്ചത് ദൈവം പറഞ്ഞിട്ടാണ്. ഈ വചനം നീ കേൾക്കാനിടയായത് ദൈവം ആഗ്രഹിച്ചിട്ടാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം ദൈവം നിങ്ങളെ നയിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഒരു ദോഷവും നിനക്ക് വരികയില്ല, ഒരു തിന്മയും നിനക്ക് വരില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ തൊടുക പോലുമില്ല എന്ന് പറഞ്ഞ് ഈ വചനത്തിലൂടെ പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങളെ സഹായിക്കും, ഈ വചനം നിങ്ങളെ തൊടും. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം കേട്ടാ. ഈ വചനം അനുഗ്രഹമാണ്. നാളെ ഞായറാഴ്ചയാണ്. നാളെ അർപ്പിക്കുന്ന ബലിയിൽ നിങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാളെ അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട്. നാളത്തെ ഡെയിലി ബ്ലെസ്സിങ് കാണുവാൻ മറക്കരുത്. നാളത്തെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട്. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ പരിപാലിക്കട്ടെ, സൂക്ഷിക്കട്ടെ. ആമേൻ.